നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിലെ ബ്ലോക്ക് 6 യൂണിറ്റ് 1, അതായത് അംബേദ്കർ കാസ്റ്റ് ആൻഡ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, അംബേദ്കറിനെ കുറിച്ചും അംബേദ്കറിൻ്റെ ജാതിക്കെതിരെയുള്ള പോരാട്ടങ്ങളെക്കുറിച്ചുമുള്ള ചാപ്റ്ററാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. നമ്മൾ അംബേദ്കറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം മുമ്പൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നേടാൻ അവസരവും അവകാശവും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അതിനെതിരെയൊക്കെ പോരാടി ഒഴുക്കിനെതിരെ നീന്തി അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസം നേടി നമ്മുടെ ആദ്യത്തെ നിയമമന്ത്രിയാവുകയും നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, എഴുതിയുണ്ടാക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനാവുകയും ചെയ്ത് അങ്ങനെ നിയമപരമായി അധസ്ഥിത താഴ്ന്ന വിഭാഗങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ മുന്നിൽ നിന്ന ഒരു മഹാനാണ് BR അംബേദ്കർ. സബാൾട്ടേൺ എന്നുള്ളൊരു വാക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് വരുന്നതാണ്. സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സബോർഡിനേഷൻ, കീഴൊതുങ്ങുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ സബാൾട്ടൻ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ താഴേക്കിടയിലുള്ളവരുടെ ചിന്തയിലൂടെ നോക്കിക്കാണുക. അതായത് നമ്മൾ ചരിത്രമൊക്കെ പലപ്പോഴും എഴുതിയിട്ടുള്ളത് സമൂഹത്തിലെ എലൈറ്റുകളാണ്, ഉപരിവർഗങ്ങളാണ്. അപ്പോൾ അവരെ ഒരു വ്യൂ പോയിന്റിലൂടെ ആയിരിക്കും നോക്കി കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ സബാൾട്ടൻ വ്യൂ പറയുന്നത് സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരെ കൂടി ഉൾക്കൊള്ളിച്ച് ചരിത്രം എഴുതുക. അതാണ് സബാൾട്ടൻ വ്യൂ എന്നൊരു വ്യൂ ഉയർന്നു വരുന്നത്. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായ അന്റോണിയോ ഗ്രാംഷിയാണ്. അദ്ദേഹം അധസ്ഥിതരുടെ വിമോചനത്തിന് വേണ്ടി അക്കാഡമിക് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി, ലേഖനങ്ങളൊക്കെ എഴുതിയ ഒരാളാണ്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഈ സബാൾട്ടേൺ എന്ന് പറയുന്ന വാക്ക്. ഈ BR അംബേദ്കർ ഈ പറഞ്ഞ സബാൾട്ടേൺ പെർസ്പെക്റ്റീവിന് ഇന്ത്യയിൽ ആ സബാൾട്ടൻ വ്യൂ പോയിന്റ്, താഴേക്കിടയിലുള്ളവരുടെ പരിപ്രേക്ഷ്യത്തിലൂടെ, അവരുടെ വീക്ഷണകോണിലൂടെ ചരിത്രത്തെ നോക്കി കാണണം, വർത്തമാനത്തെ കാണണം എന്ന് പറയുന്ന സബാൾട്ടൻ വ്യൂവിൻ്റെ ഇന്ത്യയിലെ വക്താവായിരുന്നു BR അംബേദ്കർ. അംബേദ്കർ മഹാരാഷ്ട്രയിലെ മഹർ എന്ന് പറഞ്ഞിട്ട് ഒരു താഴ്ന്ന ജാതി ദളിത് അതിൽ ജനിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ബ്രിട്ടീഷ് ആർമിയിലെ ഒരു സേവകനായിരുന്നു. അദ്ദേഹവും ബ്രിട്ടീഷ് ആർമിയിൽ സേവനം ചെയ്തിട്ടുണ്ട്. അംബേദ്കർ ചെറുപ്പം തൊട്ടേ ഒരുപാട് ജാതി ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച് വന്ന ആളാണ്. ഈവൻ അദ്ദേഹം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പോലുമുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഉയർന്ന ജാതിക്കാരൊക്കെ ബെഞ്ചിലിരിക്കുമ്പോൾ ഇവരൊക്കെ നിലത്തിരുന്നിട്ടൊക്കെയാണ് പഠിച്ചിരുന്നത്. അതുപോലെ പലപ്പോഴും സ്കൂളിലുള്ള വെള്ളം, എല്ലാവരും കുടിക്കുന്ന വെള്ളം ഇവർക്ക് കുടിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പകരം ഇവർക്ക് ദാഹിച്ചാൽ അവിടെയുള്ള ഒരാൾ ജഗ് എടുത്തിട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പലപ്പോഴും പിയൂണാണ് ഇത് ചെയ്തിരുന്നത്. പിയൂണില്ലെങ്കിൽ ഇവർക്ക് വെള്ളവും കിട്ടുമായിരുന്നില്ല. അതുകൊണ്ടാണ് അംബേദ്കർ പിന്നീട് എഴുതിയത്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു, നോ പിയൂൺ നോ വാട്ടർ. സ്കൂൾ പിയൂണില്ലേ, എന്നാൽ വെള്ളവുമില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയാണ് അംബേദ്കർ വളർന്നു വന്നത്. അംബേദ്കർ മുംബൈയിലെ എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. 1897 അദ്ദേഹം 1907 അദ്ദേഹം മെട്രിക്കുലേഷൻ പാസ്സായി. അന്ന് മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ SSLCക്ക് പറയുന്ന ഒരു പേരാണ്. അന്ന് അദ്ദേഹം SSLC പാസ്സാവുന്ന ആദ്യത്തെ ഒരേ ഒരു ദളിത് വിദ്യാർത്ഥിയായിരുന്നു അംബേദ്കർ. അപ്പോൾ തന്നെ അന്നത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം. ദളിതുകൾ ആരും വിദ്യാഭ്യാസം SSLC നേടുകയോ ഡിഗ്രി നേടുകയോ PG നേടുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നേടുന്നത് തന്നെ അംബേദ്കറാണ്. അദ്ദേഹം സോഷ്യോളജിയും ഹിസ്റ്ററിയും ഫിലോസഫിയും ആന്ത്രോപോളജിയും ഒക്കെ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ MA 1915 കംപ്ലീറ്റ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ തിസീസ്, PhD പ്രബന്ധം ആൻഷ്യൻ ഇന്ത്യൻ കൊമേഴ്സ്, പുരാതന കാലത്തുള്ള ഇന്ത്യയിലുള്ള വാണിജ്യങ്ങളെക്കുറിച്ചായിരുന്നു ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ PhD തിസീസ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം കാസ്റ്റ് ഇൻ ഇന്ത്യ, മെക്കാനിസം, ജനസിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു പേപ്പർ ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1927 അംബേദ്കർ എക്കണോമിക്സിൽ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി. 1927 അംബേദ്കർ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി. അപ്പോൾ നിങ്ങൾ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അന്ന് അക്കാലത്ത് തന്നെ അംബേദ്കർ അവിടെ പോയി
PhD ഒക്കെ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംബേദ്കറിൻ്റെ ഒരു അക്കാദമിക് നിലവാരം അത്രയും ഉയർന്നതായിരുന്നു. അംബേദ്കറിൻ്റെ ചില രചനകൾ: അൺടച്ചബിൾസ്, വൂ വേർ ദേ, who were Shudras, state and minorities, emancipation of the untouchables, annihilation of caste. ഇതൊക്കെ അംബേദ്കറിൻ്റെ രചനകളായിരുന്നു. ഈ വ്യൂസ് ഓൺ കാസ്റ്റ്, കൺസെപ്റ്റ് ഓഫ് ദളിറ്റ്സ്, അംബേദ്കർ മൂവ്മെൻറ്റ്. കാസ്റ്റിനെ കുറിച്ച് അംബേദ്കറിൻ്റെ കാഴ്ചപ്പാട്. ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് ഒരു ഹൈറാർക്കിക്കൽ കാറ്റഗറിയാണ്. ജനങ്ങളൊക്കെ തട്ടുതട്ടായിട്ട്, മുകളിലൊരു വിഭാഗം, മധ്യത്തിൽ വേറൊരാൾ, താഴെ വേറൊരാൾ, ഇങ്ങനെ തട്ടുതട്ടായി നിർത്തുന്നതാണ് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം. അംബേദ്കർ പറയുന്നത് കാസ്റ്റ് എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഹിന്ദു നിയമങ്ങളിലൂടെയാണ് ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, സോഷ്യോളജിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക നിയമം. അതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇന്നതനുസരിക്കണം, ഇന്നത് ചെയ്യണം, ചെയ്യരുതെന്ന്. ഇപ്പോൾ മാരേജ് എന്നുള്ളതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ മാരേജ് ഇങ്ങനെ ആവണം, മാരേജിൻ്റെ സമയത്ത് വധു ഇങ്ങനെ, വരൻ ഇങ്ങനെ, ഒരു നിയമങ്ങളുള്ള ഒരു സംഭവമാണ് ഒരു സാമൂഹിക സ്ഥാപനം എന്ന് പറയുന്നത്. ഇപ്പോൾ മതം എന്നുള്ളത് ഒരു സാമൂഹിക സ്ഥാപനം. ഇതുപോലെ ഒരു സാമൂഹിക സ്ഥാപനമാണ് ഈ കാസ്റ്റ്. അതിലും കുറേ നിയമങ്ങളുണ്ട് എന്ന് അംബേദ്കർ നിരീക്ഷിച്ചു. അത് ഹിന്ദു ലോയിലൂടെ ആണ്, ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലോയിലൂടെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൺസേൺ ലോവർ കാസ്റ്റിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. ജീവിതകാലം മൊത്തം അദ്ദേഹം പലപ്പോഴും ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തൊരു മഹാനാണ് അംബേദ്കർ. ഈ കൺസെപ്റ്റ് ഓഫ് ദളിത് ഈസ് റെഫേർഡ് ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള വിഭാഗത്തിലാണ് ദളിത് വരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പട്ടിക ജാതി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പട്ടിക ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ താഴ്ന്ന ജാതിക്കാരെ അതിലേക്ക് ചേർത്ത്, അതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഈ അൺടച്ചബിൾസ് എന്ന് പറയുന്നത് ഈ ഒരു നേരത്തെ പറഞ്ഞ നമ്മളൊരു ഹൈറാർക്കി ഉണ്ടല്ലോ, സാമൂഹിക, അതിലേറ്റവും താഴെ വരുന്നതാണ് അൺടച്ചബിൾസ്. അവർക്ക് പല സ്ഥലത്ത് പല പേരാണുള്ളത് ഇന്ത്യയിൽ. ചിലപ്പോൾ കേരളത്തിലൊരു താഴ്ന്ന ജാതിക്കാർക്ക് ഒരു പേരായിരിക്കും, പക്ഷെ അത് ഇതേ പേരാവില്ല തമിഴ്നാട്ടിലുണ്ടാവുക, ഇതേ പേരാവില്ല ഉത്തർപ്രദേശിൽ, അതേ പേരാവില്ല ഗുജറാത്തിൽ. പല സ്ഥലത്ത് പല പേരിലാണ് താഴ്ന്ന ജാതിക്കാരെ അറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധി താഴ്ന്ന ജാതിക്കാരെ ഹരിജൻ എന്നാണ് വിളിച്ചത്. ഹരിജൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ദൈവപുത്രൻ എന്നാണ് അർത്ഥം. ഹരിജൻ. കാരണം ഇവരെ താഴ്ന്ന ജാതി, പട്ടികജാതി അല്ലെങ്കിൽ ദളിത് എന്നൊക്കെ വിളിക്കുമ്പോൾ പേരിൽ തന്നെ ഇവർക്കൊരു അപമാനമുണ്ട്. അതുകൊണ്ട് അവർ ദൈവപുത്രൻ എന്ന് അർത്ഥം വരുന്ന ഹരിജൻ എന്ന് ഉപയോഗിക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടിക ഉണ്ടാക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി ആ ഒരു ഇത് ഉണ്ടാക്കുന്നത് തന്നെ 1930 ഈ ഇന്ത്യൻ ഗവൺമെൻറ്. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അപ്പോൾ ഇവരുടെ എംപവറിന് വേണ്ടിയിട്ട് അന്നാണ് അത് ഉണ്ടാക്കിയത്. അംബേദ്കർ ദളിതുകളെ എപ്പോഴും അന്ത്യ എന്നാണ് മറ്റൊരു പേര് കൊണ്ട് വിളിച്ചത്. അന്ത്യ, ANTY, അന്ത്യ. അതായത് ഏതൊരു ഗ്രാമം എടുത്താലും അതിൻ്റെ അന്ത്യ എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണല്ലോ, എൻഡ്. ഏതൊരു ഗ്രാമം എടുത്താലും അതിൻ്റെ അവസാനം താമസിക്കുന്ന ആളുകളായിരിക്കും ദളിതുകൾ. അവർക്ക് അവിടുത്തെ കുടിവെള്ള സൗകര്യം വേണ്ടത്ര ഉണ്ടാവില്ല. വൈദ്യുതി പിന്നെ അന്ന് അല്ലെങ്കിലേ കുറവാണ്. അപ്പോൾ ഇന്നെടുത്താലും അങ്ങനെ തന്നെയാണ്. വൈദ്യുതി ഒന്നും ഇല്ലാത്ത ഒരു മുക്ക് മൂലയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് അംബേദ്കർ അന്ത്യ എന്നുള്ള പദം കൊണ്ട് അംബേദ്കർ ദളിതുകളെ വിശേഷിപ്പിച്ചിരുന്നു. അംബേദ്കർ ഒരു ഇഗാലിറ്റേറിയൻ സോഷ്യൽ ഓർഡറിന് വേണ്ടിയിട്ടാണ് അംബേദ്കർ പോരാടിയിരുന്നത്. എല്ലാ സമത്വ സുന്ദരമായിട്ടുള്ള, അതായത് ഇങ്ങനെ ഒരു അധികാര ശ്രേണിയൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിന് വേണ്ടി പോരാടി, പലതും ചെയ്തു. പക്ഷെ അത് നിലവിൽ വന്നിട്ടുണ്ടോ, അത് യാഥാർത്ഥ്യമാക്കാൻ ഇപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളതൊക്കെ ഒരു ദുഃഖസത്യമാണ്. അംബേദ്കർ ദളിതുകൾക്ക് വിദ്യാഭ്യാസം ഒരു വെപ്പണായിട്ട് കണ്ടു. വിദ്യാഭ്യാസം എന്നുള്ളൊരു ആയുധമാണ് എന്നാണ് അംബേദ്കർ ദളിതുകളോട് പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഹിന്ദു ടെക്സ്റ്റായിട്ടുള്ള മനുസ്മൃതിയിലൂടെയാണ് ഈ ജാതി വ്യവസ്ഥ വരുന്നത് എന്നാണ്. കാരണം മനുസ്മൃതിയിൽ ഉള്ള ചില നിയമങ്ങളാണ് ഈ ഒരു ജാതി വ്യവസ്ഥയിലേക്ക് നയിച്ചത് എന്നാണ് അംബേദ്കർ പറയുന്നത്. 1927 ഒരു കോൺഫറൻസിൽ അംബേദ്കർ മനുസ്മൃതിക്ക് തീ കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് ഈ മനുസ്മൃതി കത്തിക്കാൻ വേണ്ടി അംബേദ്കർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ കത്തിച്ച ദിവസം എന്നുള്ളത് ഡിസംബർ 25 അതിപ്പോഴും മനുസ്മൃതി ദഹൻ ഡേ, അതായത് മനുസ്മൃതി കത്തിക്കുന്ന ദിവസമായിട്ട് അംബേദ്കറിൻ്റെ അനുയായികളൊക്കെ ഇപ്പോഴും ആചരിക്കുന്നുണ്ട്. അംബേദ്കർ
ദലിത് ബഹുജൻ സമാജ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. അത് ദളിതുകൾക്ക് അവകാശങ്ങളുടെ പോരാട്ടത്തിന് വേണ്ടി ദളിത് ബഹുജൻ സമാജ് എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട്. അംബേദ്കർ, ജ്യോതിറാവ് ഫൂലെ, പെരിയാർ ഇവരുടെയൊക്കെ കീഴാള ജനതയ്ക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടിനോട് ഒത്തൊരുമിച്ചിട്ടാണ് അംബേദ്കർ പ്രവർത്തിച്ചിരുന്നത്. Ambedkar claims that the constitution directive principles of state policy endorsed economic democracy. ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ഒരു ഭാഗമുണ്ട്. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് മലയാളത്തിൽ. അത് എക്കണോമിക് ഡെമോക്രസിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ജനാധിപത്യം. സാമ്പത്തിക ജനാധിപത്യം പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് അവസരങ്ങൾ കിട്ടണം, എല്ലാവർക്കും തുല്യമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടണം, വളർന്നു വരാനുള്ള അവസരം കിട്ടണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അതൊക്കെ ഭരണഘടനയിൽ കൊണ്ടുവരുന്നതിൽ അംബേദ്കറിന് വലിയ പങ്കുണ്ട്. അംബേദ്കർ പറഞ്ഞത് ഈ മൈനോറിറ്റിനോട് എപ്പോഴും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകമായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനും അവരെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നിയമങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ അംബേദ്കർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അംബേദ്കർ മാർക്സിസം എന്ന ആശയത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, സ്വാധീനിച്ചിരുന്നു. പക്ഷേ അംബേദ്കർ ഒരു മാർക്സിസ്റ്റ് അല്ലായിരുന്നു. പല കാര്യങ്ങളിലും മാർക്സിസത്തോട് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആശയം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നത് ഒരു ബുദ്ധിസത്തിലായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ബുദ്ധിസം എന്നുള്ള ഒരു ആശയത്തിന് ഈ സമൂഹത്തിൽ സമത്വം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അംബേദ്കർ പറയുന്നുണ്ട്. നെക്സ്റ്റ്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഒരു സബ് ഹെഡിങ് ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കാസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള, അത് അംബേദ്കറിൻ്റെ ഒരു പ്രഭാഷണമായിരുന്നു. അത് പിന്നെ ഒരു പുസ്തകമാക്കി ഇറങ്ങിയതാണ്. ഈ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് 1936-ലാണ്. അതിൽ അദ്ദേഹം ഹിന്ദു മതത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ജാതീയതയെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ആ മതവുമായി ബന്ധപ്പെട്ട് വന്ന ജാതീയതയുടെ പ്രശ്നങ്ങളെ അംബേദ്കർ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന ഈ ഒരു പുസ്തകത്തിൽ. 1935 അദ്ദേഹം പ്രഖ്യാപിച്ചു ദാറ്റ് 1935 അംബേദ്കർ പ്രഖ്യാപിക്കുന്നുണ്ട്, ആൾദോ ഐ ആം ബോൺ എ ഹിന്ദു, ഐ വോണ്ട് ഡൈ ആസ് എ ഹിന്ദു. ഞാൻ ഹിന്ദു ആയിട്ടാണ് ജനിക്കുന്നതെങ്കിലും ഒരിക്കലും ഹിന്ദുവായി മരിക്കൂല. അങ്ങനെ അദ്ദേഹം മരണത്തിൻ്റെ തൊട്ട് ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചിട്ടുണ്ട്. ബുദ്ധിസ്റ്റിന് അംബേദ്കർ മറ്റൊരു വേർഷൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിന് അംബേദ്കർ ബുദ്ധിസം എന്നാണ് പറയുന്നത്. അംബേദ്കർ പറയുന്നുണ്ട്, ബുദ്ധിസം എന്നുള്ളത് ഹിന്ദു മതത്തിന് പോലെയല്ല, ഹിന്ദു മതത്തിന് ഓപ്പോസിറ്റ് ആണ്, എതിരാണെന്നാണ് പറയുന്നത്. പലരും പറയുന്നുണ്ട് ബുദ്ധമതവും ഹിന്ദുമതവും ഒക്കെ ഏകദേശം സമാനമാണെന്നൊക്കെ പലരും പറയും. പക്ഷെ അംബേദ്കർ അതിനെതിരായിരുന്നു. അംബേദ്കർ പറയുന്നത് ഈ ബുദ്ധമതം ഹിന്ദുമതത്തിന് എതിരാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് ഓപ്പോസിഷൻ. ഈ ജാതീയതയുടെ ഭാഗമായിട്ടുള്ള അൺടച്ചബിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അംബേദ്കർ ഓപ്പോസിറ്റ് കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ, അതായത് ജാതി അധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ വിഭജനം, ഇന്ന ജാതി ഇന്ന തൊഴിൽ തന്നെ ചെയ്യുക, കുലത്തൊഴിൽ എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ നാട്ടിൽ, അതിനെ അംബേദ്കർ എതിർത്തിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മാത്രമല്ല, അദ്ദേഹം ഇൻ്റർടൈനിങ്ങിൻ്റെ ആബ്സെൻസ്, പരസ്പരം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ പന്തി ഭോജനം നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞു. കേരളത്തിൽ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ, പന്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒരേ ട്രിപ്പിൽ, പലപ്പോഴും നമ്മൾ കല്യാണത്തിനൊക്കെ ഒരേ ട്രിപ്പിൽ വ്യത്യസ്ത ഘട്ടമായിട്ടിരിക്കുമ്പോൾ ഒരേ ഘട്ടത്തിൽ ഒരേ ജാതിക്കാരെ ഇരിക്കുള്ളൂ. വിഭിന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാരൻ്റെ കൂടെ ഉയർന്ന ജാതിക്കാരെ ഇരിക്കില്ലായിരുന്നു. അംബേദ്കർ അതിനൊക്കെ എതിർത്തു. പരസ്പരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ ഒരിക്കൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി തുടങ്ങി. അപ്പോൾ തുടക്കത്തിൽ അതൊക്കെ വൻ വിജയമായിരുന്നു. പക്ഷെ പിന്നീട് അംബേദ്കർ ഒരു താഴ്ന്ന ജാതി എന്ന് പറഞ്ഞപ്പോൾ ഉയർന്ന ജാതിയുള്ളവരൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ട് ആ കമ്പനി പരാജയപ്പെടുന്നൊക്കെ ഉണ്ട്. അതിൽ നിന്നാണ് അംബേദ്കറിന് മനസ്സിലായത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ പലപ്പോഴും താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്നു വരുന്നതിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. 1918 അദ്ദേഹം മുംബൈയിലെ ഒരു കോളേജിൽ പൊളിറ്റിക്കൽ എക്കോണമിയിൽ ഒരു പ്രൊഫസറായിട്ട് നിയമിതനായിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് അദ്ദേഹം ഒരുപാട് വിവേചനം നേരിട്ടിട്ടുണ്ട്.
ഒരേ ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ കൂടെയുള്ള മറ്റു പ്രൊഫസർമാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയുള്ള വിവേചനത്തെക്കുറിച്ചൊക്കെ അംബേദ്കർ പലപ്പോഴും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജാതിയെ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ അംബേദ്കർ ഇന്റർ കാസ്റ്റ് മാരേജിനെയാണ്. അപ്പോൾ ഒരു ജാതിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളെ കല്യാണം കഴിക്കൂല, എൻഡോഗമി എന്നാണ് അതിന് പറയാന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അംബേദ്കർ അതിനൊക്കെ എതിർത്തു. ഇന്റർ കാസ്റ്റ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജാതി മാറി വിവാഹം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാലേ ഇന്ത്യയിൽ ജാതി ഇല്ലാതാവുകയുള്ളൂ എന്ന് അംബേദ്കർ പറഞ്ഞു. അംബേദ്കർ ഈ ബഹിഷ്കൃത് ഹിതകർണി സഭ എന്ന് പറഞ്ഞിട്ട് ഒരു സഭയ്ക്ക് ഒരു വിഭാഗം, ഒരു സംഘടന, അതിലൂടെ അദ്ദേഹം ദളിതുകൾക്ക് വേണ്ടി ഒരുപാട് പോരാട്ടം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പ്രസിദ്ധീകരണങ്ങളാണ് മൂക് നായക്, ബഹിഷ്കൃത് ഭാരത്, ഈക്വാലിറ്റി ജനത. ഇതൊക്കെ ദളിതുകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളാണ്. അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് ദളിതുകൾക്കും പ്രവേശനം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു സമരമായിരുന്നു മറ്റൊരു സമരമായിരുന്നു മഹത് സത്യാഗ്രഹം. ഈ മഹത് സത്യാഗ്രഹിയിൽ ക്ഷേത്രത്തിലേക്കൊക്കെ മുമ്പ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. മഹത് സത്യാഗ്രഹത്തിൽ വെള്ളം കുടിക്കാൻ പലപ്പോഴും നാട്ടിലുള്ള ഒരു വാട്ടർ ടാങ്കിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളം കുടിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അതിലും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഹത് സത്യാഗ്രഹം എന്ന് പറഞ്ഞ സത്യാഗ്രഹം നടത്തുന്നത്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ ഒരിക്കലും ഈക്വാലിറ്റിയെയും ഫ്രറ്റർണിറ്റിയെയും, സമത്വത്തെയും സാഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ഇൻഹിയറൻ്റ്ലി ഇന്ത്യൻ സമൂഹം അതിനെതിരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ജവഹർലാൽ നെഹ്റു അംബേദ്കറിനെ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാവാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം അത് സ്വീകരിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാവുകയും നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പറഞ്ഞാൽ അത് എഴുതിയുണ്ടാക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ദളിതുകൾക്ക് വേണ്ടി ഒരുപാട് ചിന്തകളും പ്രഭാഷണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഡെമോക്രസി ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് ഗവൺമെൻറ് ബട്ട് എ ഫോം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഡെമോക്രസി എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് ഗവൺമെൻറ് അല്ല, അതൊരു ഫോം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത് ഭരണാധികാരികന്മാരെ തിരഞ്ഞെടുത്താൽ ഇത് ജനാധിപത്യ രാജ്യം എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ സമൂഹം കൂടി ജനാധിപത്യമാവണം. അപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ട്, പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ ജാതി വിവേചനവും സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനവും ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ ഇതിന് ജനാധിപത്യ സമൂഹം എന്ന് പറയാൻ കഴിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ കോട്ടയം. ഡെമോക്രസി ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് ഗവൺമെൻറ് ബട്ട് ഇറ്റ് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. സമൂഹത്തിൽ കൂടി ജനാധിപത്യം ഉണ്ടാകുമ്പോഴേ ജനാധിപത്യം പൂർണ്ണമാകുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എപ്പോഴും ഒരു സോഷ്യലിസ്റ്റ് ഫിലോസഫിയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതായത് ക്യാപിറ്റലിസ്റ്റ് ഫിലോസഫി ആയിരുന്നില്ല, സോഷ്യലിസ്റ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഒരു സമത്വം ജനങ്ങൾക്കിടയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി ഉള്ള പോളിസികളും നയങ്ങളൊക്കെ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നൊരു കാഴ്ചപ്പാട്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് പോളിസി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അംബേദ്കറിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയുള്ള പോരാട്ടം, അദ്ദേഹത്തിൻ്റെ ഓരോ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ, അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.